ഈ പീസ് വന്നിട്ട് നമുക്കിതിലേക്ക് ജോയിൻ്റ് കൊടുക്കാം. വലിക്കാണ്ട് നല്ല ഈ ഭാഗം വരുന്ന സമയത്ത് വലിക്കരുത്. വലിക്കാണ്ട് കറക്റ്റായിട്ട് ഒപ്പം കൊടുക്കുക. അതേ ഷേപ്പിൽ എങ്ങനെ നമ്മൾ ഷേപ്പ് കട്ട് ചെയ്ത് ആ ലെവലിൽ തന്നെ കറക്റ്റാക്കിയിട്ട് ഒക്കെ അടിച്ചു കൊടുക്കുക. ഇതങ്ങനെ അടിച്ച് വരുമ്പോൾ ഇത് ഇങ്ങനെ കിട്ടും. ഇതെങ്ങനെ ഷേപ്പ് ഇതാ ഈ ലെവലിലുണ്ടാവും, ഷേപ്പ് ഇങ്ങനെ ഉണ്ടാവും. അടുത്തത് നമുക്ക് ഈ ലൈനിങ് പീസിന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഈ പീസ് അടിച്ചതിൻ്റെ നേരെ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മൾ കവർ ചെയ്തിട്ട് അടിക്കുകയാണത്. ഇവിടെ നിന്ന് തൊട്ടിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഈ പീസുകൾ ഫുള്ളും കവർ ചെയ്തിട്ട് ഉള്ളിലേക്ക് പോയിക്കോളും. കറക്റ്റ് അതേപോലെ തന്നെ ഈ ലൈനിങ് പീസും വലിക്കാണ്ട് കറക്റ്റ് ആ റൗണ്ട് മെഷർമെൻറ്റ് കറക്റ്റായിട്ട് കൊടുത്തടിക്കുക. വലിക്കരുത്, വലിക്കാണ്ട് തന്നെ കറക്റ്റായിട്ട് നമ്മളത് കറക്റ്റായി കൊടുക്കുമ്പോൾ ചുളിവില്ലാണ്ട് അവിടെ കറക്റ്റായിട്ട് നിൽക്കും. ലൈനിങ് കവർ ചെയ്തപ്പോൾ ഇതുപോലെ വേസ്റ്റ് കാണാണ്ട് ഫുൾ ഉള്ളിലോട്ട് പോയിട്ട് കറക്റ്റായിട്ട് വൃത്തിയിൽ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് നമുക്ക് കവർ ചെയ്ത് വൃത്തിയിൽ അടിക്കാൻ പറ്റും. എന്നിട്ട് അതുപോലെ അപ്പുറത്തെ സൈഡ് അത് 2 സൈഡും അതേപോലെ കൊടുത്തതിന് ശേഷം റണ്ണിങ് കൊടുക്കുക. ഫുള്ളും കറക്റ്റായിട്ട് ഒപ്പം പിടിച്ച് 2 സൈഡ് പീസുകളെല്ലാം കൂടി കറക്റ്റ് മെഷർമെൻറ്റിലായി കൊടുത്തിട്ട് ഫുള്ളും റണ്ണിങ് കൊടുത്തടിക്കുക. ഇനി ബാക്ക് പാർട്ടിന് ലൈനിങ്ങും ബാക്ക് പാർട്ടും കൂടി ജോയിൻ്റ് ചെയ്ത് റണ്ണിങ് കൊടുക്കുക. ഇതേപോലെ കറക്റ്റായിട്ട് പീസ് മൊത്തം കൊടുത്ത് റണ്ണിങ് കൊടുക്കാം. അതേപോലെ ഇപ്പുറത്തെ സൈഡത്തെ ലൈനിങ് തുണിയും ഇതേപോലെ ബാക്കിലാണ് ഹുക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് 2 പാർട്ടും കറക്റ്റായിട്ട് ഇതുപോലെ 2 റണ്ണിങ് കൊടുത്തിട്ട് ബാക്ക് കഴുത്തിനൊക്കെ അടിക്കാം. ഇനി അടുത്തത് ചെയ്യേണ്ടത് നമ്മൾ കുളത്ത് വെക്കുന്ന ഭാഗത്തുള്ളത് 1 ഇഞ്ച് വീതിയിൽ നമുക്ക് എത്രയാണോ ബ്ലൗസ് ഇറക്കാം ആ ബ്ലൗസ് ഇറക്കത്തിൻ്റെ നീളം നമ്മൾ എടുക്കുക. പിന്നെ 1 ഇഞ്ച് വീതിയിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ കുളത്ത് വെക്കുന്ന ഭാഗത്താണ് ഇത് സ്റ്റിച്ച് ചെയ്യുക. മുകളിൽ കൂടെ പതിച്ചടിച്ചതിന് ശേഷം ഇതേപോലെ മടക്കി കൊടുക്കുക. ഇങ്ങനെ ഒരു മടക്കിയിട്ട് കറക്റ്റായിട്ട് ഇവിടെ വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് വെച്ച് കൊടുക്കുക. ഈ കുളത്ത് ഭാഗം ക്ലിയറായി. ഇനി അടുത്തത് നമ്മൾ തുള വയ്ക്കുന്ന ഭാഗത്തുള്ളതാണ്. അപ്പോൾ ഇതിന് ഇതേപോലെ 3 ഇഞ്ച് വീതിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് നിങ്ങൾക്ക് ബ്ലൗസിൽ എത്രയാണ് ഇറക്കാൻ വേണ്ടത് അതെടുക്കുക. ഇതേപോലെ ഈ പീസിനെ അടിഭാഗത്ത് വെച്ചിട്ട് നല്ല ബ്ലൗസ് പീസിന് മുകളിൽ കൊടുത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ ഒരു മടക്കം മടക്കിയിട്ട് അതിൻ്റെ അതേപോലെ ഇവിടെ 1 ഇഞ്ച് നമുക്ക് ഒരു പൊടിക്ക് കൂടുതൽ കിട്ടുന്ന രീതിയിലേക്ക് മടക്കി കൊടുക്കുക. കറക്റ്റായിട്ട് ലൈന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ മറിച്ച് രണ്ടാമത്തെ സ്റ്റിച്ച് അടിച്ചു കൊടുക്കും മുകളിൽ കൊടുക്കുക. ഞാൻ ബാക്ക് നെക്ക് വന്നിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് അടിക്കാറ്. അപ്പോൾ ആദ്യമായിട്ട് അടിക്കുന്നവർ ക്യാൻവാസിലും തുണിയിലും സെറ്റ് ചെയ്ത ശേഷം
നമ്മളതിൽ വെച്ചടിച്ചാൽ മതി. ഞാനിങ്ങനെ ചെയ്യണത് കൊണ്ട് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ബാക്ക് പാർട്ട് കഴുത്തൊക്കെ ഇങ്ങനെ ക്യാൻവാസിൽ വെച്ച് ഒപ്പം വെച്ചിട്ടാണ് അടിക്കാറ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യാം. ആദ്യമായിട്ട് ചെയ്യണവർക്ക് പീസ് ഇങ്ങനെ ക്യാൻവാസ് കട്ടായി തുണിയിൽ കട്ട് ചെയ്യണ്ട, ബ്ലൗസ് പീസിൽ കട്ട് ചെയ്യാണ്ട് ക്യാൻവാസ് വെച്ച് അടിച്ചതിന് ശേഷം ബ്ലൗസ് പീസിൽ നെക്ക് കട്ട് ചെയ്താൽ മതി. അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ അതേപോലെ ഇങ്ങനെ കൊടുത്തിട്ട് ഇതേപോലെ മടക്കി കൊടുത്ത് ഒപ്പം വെച്ച് നെക്കടിക്കുക. ഇത് ഞാൻ എനിക്കിങ്ങനെ ചെയ്യണതുകൊണ്ട് ചെയ്യാൻ കിട്ടുന്നതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യാണ്. പുതിയതായിട്ട് ചെയ്യാൻ അറിയാത്ത പുതിയതായി തുടങ്ങുന്ന ആൾക്കാർക്ക് ഇങ്ങനെ കട്ട് ചെയ്യരുത്, അപ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായി മാറും. ഇതുപോലെ പീസ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ റൗണ്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് പതിച്ചടിക്കാം. ഇനി അടുത്തത് ഈ ബാക്ക് പാർട്ട് നമ്മൾ ക്യാൻവാസ് വെച്ചില്ലേ, ഈ ബാക്ക് പാർട്ടിലേക്ക് ഈ ഫ്രണ്ട് നെക്ക് വന്നിട്ട് കറക്റ്റായിട്ട് ഈ ഷോൾഡർ കറക്റ്റായിട്ട് ഇതിങ്ങനെ ഇതിനെ മറിച്ചിട്ട് ഇതിങ്ങനെ കൊടുക്കുക. ഇതിങ്ങനെ ഇത് ഒപ്പം വയ്ക്കുക. ഒപ്പം വെച്ച് ഇതിനെ ഒപ്പം വെച്ചിട്ട് നെക്കടിക്കുക. അതേപോലെ ഈ സൈഡും അതുപോലെ തന്നെ ഇതേപോലെ ക്യാൻവാസ് ബാക്ക് ക്യാൻവാസ് മുകളിലേക്കും ഫ്രണ്ടിനൊക്കെ താഴത്തേക്കും വൈറ്റ് കൊടുത്ത് കെട്ടിട്ടടിക്കാം. ഷോൾഡർ അടിച്ച് ഇനി അതിന് ശേഷം ഈ ബാക്ക് പാർട്ട് ബാക്കിൻ്റെ നെക്ക് വന്നിട്ട് നമുക്ക് പതിച്ചടിക്കാം. അതിലൊക്കെ ഇട്ടിട്ട് കറക്റ്റായിട്ട് ഈ റൗണ്ട് കറക്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം റൗണ്ട് കറക്റ്റായിട്ട് ചെയ്ത് അതേപോലെ നമുക്ക് ഇപ്പുറത്തെ സൈഡ് ഇതേപോലെ കറക്റ്റ് റൗണ്ടിൽ പ്രസ് ചെയ്യുക. കറക്റ്റായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം കറക്റ്റ് ആ റൗണ്ട് മെഷർമെൻറ്റ് കറക്റ്റാക്കി വരുത്തിക്കുക. ഈ കൈ അടിക്കാം നമുക്ക്. ഇത് വന്നിട്ട് ബ്ലൗസ് പീസിൻ്റെ ലൈനിങ് ഇത് രണ്ടും കൂടി ഒപ്പം വെച്ചിട്ട് ഇതുപോലെ അടിക്കുക. സ്ട്രൈറ്റായിട്ട് അടിച്ചതിന് ശേഷം ലൈനിൽ നൂണി മറിച്ചിട്ട് പതിച്ചെടുക്കുക. അതിന് ശേഷം ഒന്നുകൂടി മുകളിൽ കൂടെ ഒന്നും കൂടി അടിക്കുക. ഇതേപോലെ ഒന്നും കൂടി അടിക്കുക. എന്നിട്ട് ഈ രണ്ട് ലൈനിങ് തുണിയും ബ്ലൗസ് പീസും ചുറ്റും ഒപ്പം നിൽക്കുന്നത് കറക്റ്റായിട്ട് റണ്ണിങ് കൊടുക്കുക. ഒരുപോലെ ഒപ്പം ചുളിയാണ്ട് കറക്റ്റായിട്ട് റണ്ണിങ് കൊടുക്കുക. ഇതേപോലെ തന്നെ അപ്പുറത്തെ കൈയും ഇതുപോലെ തന്നെ അടിക്കുക. ഇനി കൈയും ഷോൾഡറും കൂടി ഇൻക്ലൂഡ് ആക്കുക. ഒപ്പം വെച്ചിട്ട് ഒപ്പം അടിക്കുക. ഇത് അടിക്കുന്ന സമയത്ത് ഫ്രണ്ട് നമ്മൾ കൈയിനെ കുഴിച്ച് വെട്ടിയ ഭാഗം നമ്മൾ ഫ്രണ്ട് കൈക്കുഴീൻ്റെ ഈ ഭാഗത്ത് തന്നെ വരുത്തുന്ന പോലെ ശ്രദ്ധിക്കണം. അതിങ്ങനെ ഒപ്പം വെച്ചിട്ട് കറക്റ്റായിട്ട് ഒപ്പമായിട്ട് കറക്റ്റ് ഈ പീസ് ഒപ്പം കറക്റ്റായിട്ട് നിന്ന് കറക്റ്റായിട്ട് നമ്മൾ വലിക്കാണ്ട് കറക്റ്റ് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കാനേ പാടുള്ളൂ. വലിച്ചാൽ കൈയിൻ്റെ ഭാഗത്ത് ചുളിവുണ്ടാവും, കൈക്കുഴീൻ്റെ ഭാഗത്ത് ചുളിവ് വരും. വലിക്കാണ്ട് തന്നെ നമ്മളത് രണ്ട് കൈ പീസും കൈക്കുഴീൻ്റെ ബ്ലൗസ് പീസും ഒപ്പം വെച്ച് കൊടുത്ത് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് പോവുക. അതുപോലെ ഡബിൾ സ്റ്റിച്ച് ഇതങ്ങനെ ഒന്നിച്ച് ഡബിൾ സ്റ്റിച്ച് കൊടുക്കും. ഫുള്ളായിട്ട് ആ അറ്റത്ത് നിന്ന് ഈ അറ്റം വരെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കും. ഇതേപോലെ നമുക്ക് അപ്പുറത്തെ മറ്റേ കൈയും അടിക്കുക. ഇനി ബ്ലൗസിൻ്റെ താഴ്ഭാഗം അടിക്കുകയാണ്.
അത് വന്നിട്ട് ഞാൻ 3 ഇഞ്ച് വീതിയുള്ളത് എടുക്കുന്നത്. എത്രയാണോ നമുക്ക് ബ്ലൗസിൻ്റെ വീതി അതിനനുസരിച്ച് നമുക്ക് ഇതേപോലെ തുണി എടുക്കാം. ഞാൻ 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്, നീളവും എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കയ്യിലുള്ള ബ്ലൗസിൻ്റെ നീളം എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് കൊടുക്കാം. എനിക്ക് 15 ഇഞ്ച് ബ്ലൗസാണ് ഇറക്കം വേണ്ടത്. അതിനനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട്, നിങ്ങൾക്ക് എത്രയാണോ ഇറക്കം വേണം അതിനനുസരിച്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളതുപോലെ പീസ് വെച്ചിട്ട് മടക്കിയെടുക്കുക. മുകളിൽ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് അച്ചടി കൊടുക്കുക. വേസ്റ്റ് പീസിന് കട്ട് ചെയ്ത് ഇതുപോലെ ഈ പീസിനെ തന്നെ ഇതേപോലെ ഒരു ജസ്റ്റ് ഒരു മടക്ക് മടക്കിയിട്ട് നമുക്ക് എത്രയാണോ നമുക്ക് വീതി വേണം. എനിക്കിവിടെ ഞാൻ ഒരു 1.25 ഇഞ്ച് വീതി വരുന്ന രീതിക്കാണ് ഞാനെന്തവിടെ മടക്കി കൊടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് നോക്കിയിട്ട് അതുപോലെ നിങ്ങൾ മടക്കി കൊടുത്തു മതി. നമുക്ക് ഇതുപോലെ കിട്ടും. ഫ്രണ്ട് പാർട്ട് ഇതുപോലെ ക്ലിയറായിട്ട് കിട്ടും. ഈ ബോഡി മെഷർമെൻറ്റ് എടുക്കാം. 34 അപ്പോൾ നമുക്ക് 8.5 വെച്ച് മാർക്ക് ചെയ്യുക. 8.5 വെച്ചിട്ട് നമ്മൾ 2 സൈഡ് മാർക്ക് ചെയ്യുക. അതുപോലെ ഇതും 29 29-ന് നമുക്ക് അതുപോലെ മാർക്ക് ചെയ്യുക. 28 എടുക്കേണ്ടതിന് ബാക്കിലും ലൂസ് വരുന്ന സമയത്ത് കറക്റ്റായിരിക്കും. കൈ വന്നിട്ട് 5.5 ഇഞ്ചാണ്. ഇവിടെ 5.5 ഇഞ്ച് 11 വരും. ഇവിടെ ഞാൻ 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 5.5 മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ കൊടുത്ത് ബാക്കും ഫ്രണ്ടും ഇതുപോലെ ഒപ്പം പിടിക്കുക. ഒപ്പം പിടിച്ചിട്ട് ഇവിടെ നിന്ന് മാർക്ക് ചെയ്തതിൻ്റെ കറക്റ്റായിട്ട് ഇവിടെ കൊണ്ട് കിട്ടിട്ടു. ഇതേപോലെ അപ്പുറത്തെ സൈഡും അടിക്കുക. 2 സൈഡ് അടിച്ചതിന് ശേഷം നമ്മൾ ഇടുപ്പ് മെഷർമെൻറ്റ് വന്നിട്ട് നമുക്ക് എത്രയോ നോക്കുക, എത്ര ഉണ്ട് നോക്കുക. ഇവിടെ നിന്നിട്ട് ഈ അറ്റം വരെ എത്ര ഇഞ്ച് ഉണ്ട് നമ്മൾ നോക്കുക. ഇതിപ്പോൾ ഈ അറ്റം വരെ 30 ഇഞ്ച് ഉണ്ട്. നമുക്ക് 29 വേണ്ടിയുള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് ബാക്ക് പാർട്ടിൽ 2 സൈഡും ടെക്സ് കൊടുത്തിട്ട് കറക്റ്റാക്കി എടുക്കാം. അത് വന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഒപ്പം പിടിച്ചിട്ട് 2 ബാക്ക് പാർട്ടിന് ഈ ബോഡി വണ്ണം പിടിച്ചിരിക്കുന്നുണ്ടല്ലോ, ഈ ഭാഗത്തും ഈ പീസും വന്നിട്ട് ഇതൊപ്പം ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് ഇവിടെ നിന്നിട്ട് 1 ഇഞ്ച് മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇത്ര പിടിച്ചിട്ട് ഒരു 3 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് നമുക്കൊരു ജസ്റ്റ് 3 ഇഞ്ച് മുകളിൽ കയറ്റിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ കൊടുത്താൽ ഇതേപോലെ അപ്പുറത്തെ സൈഡും അടിക്കുക. കറക്റ്റ് 29 ഇഞ്ച് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ വണ്ണം നമുക്കവിടെ കിട്ടും. ഇതേപോലെ ഫ്രണ്ട് ബാക്ക് ഫിനിഷിങ് അതുപോലെ ബാക്ക് നെക്ക്, റൗണ്ട് നെക്ക്,